ഈ നഴ്സിംഗ് കൗൺസിൽ ഇത്തരം കോളേജുകളിൽ പോയി ഒരു പരിശോധന നടത്താറുള്ളതാണല്ലോ. അതിൽ കൗൺസിൽ അംഗങ്ങൾ തന്നെ പോയാണ് പരിശോധന നടത്താറുള്ളത് നേരത്തെ. ആ കൗൺസിൽ പരിശോധന ഇപ്പോൾ നടക്കാറുണ്ടോ ഈ കോളേജുകളിലൊക്കെ? അപ്പോൾ അവർക്ക് നിൽക്കുന്നവർ കുട്ടികൾക്ക് ഈ അംഗങ്ങളോട് തന്നെ പരാതി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചറിവുണ്ട്. അങ്ങനെ ഉണ്ടോ ഉമേഷ്? അഷ്മി, അതുകൂടി ഈ സാഹചര്യത്തിൽ പറയേണ്ടതാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷമായി നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾക്ക് നഴ്സിംഗ് കോളേജിലെത്തി പരിശോധന നടത്താനുള്ള അനുവാദമില്ല എന്നുള്ളത് നഴ്സിംഗ് രജിസ്ട്രാറുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി നഴ്സിംഗ് കൗൺസിൽ പ്രസിഡന്റ് അടക്കം മാറ്റിയ ശേഷമുള്ള ഒരു തീരുമാനമാണ്. നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾ നേരിട്ട് നഴ്സിംഗ് കോളേജുകളിൽ പോയി ഇനി കുട്ടികളുടെ പരാതി കേൾക്കുകയോ കുട്ടികളുടെ മൊഴിയെടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവ്, ഒരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി ഈ നടപടിക്രമങ്ങൾ നടക്കുന്നില്ല. പത്തനംതിട്ടയിൽ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ വന്നപ്പോൾ നഴ്സിംഗ് കൗൺസിൽ ഈ കോളേജിൽ പരിശോധന നടത്തുമ്പോൾ കുട്ടികളുമായി ഹിയറിംഗ് നടത്താറുണ്ട്. കുട്ടികൾക്ക് നേരിട്ട് ഈ റാഗിങ്ങോ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ പേടിയില്ലാതെ അവരോട് പറയാൻ കഴിയുന്ന ഒരു സംവിധാനമാണത്. ഉമേഷ്, എന്തുകൊണ്ടാണ് ഒരു വർഷം മുന്നേ അത് കൗൺസിൽ അംഗങ്ങൾ കോളേജിലേക്ക് പോകേണ്ടതില്ല എന്ന ആരോഗ്യവകുപ്പിന്റെ തീരുമാനം? നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളും നഴ്സിംഗ് ആരോഗ്യവകുപ്പും തമ്മിൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നിൽക്കുന്ന ചില തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളുടെ ഫലമായാണ്, തർക്കങ്ങളെ തുടർന്നാണ് നഴ്സിംഗ് കൗൺസിൽ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം DHSനെ, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിനെ ഇവിടെ നഴ്സിംഗ് കൗൺസിൽ പ്രസിഡന്റായി ചുമതലപ്പെടുത്തിയത്. അതിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചില നഴ്സിംഗ് കോളേജുകളിൽ അവർക്ക് അംഗീകാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില അഴിമതി ആരോപണങ്ങളടക്കം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ തുടർ അഴിമതി ആരോപണങ്ങളോ മറ്റോ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയുള്ള തീരുമാനം എന്നാണ് ആരോഗ്യവകുപ്പ് ഇതിനെ വിശദീകരിക്കുന്നത്. എങ്കിലും ഈ പറഞ്ഞതുപോലെ കൃത്യമായ രീതിയിൽ ഓരോ നഴ്സിംഗ് കോളേജുകൾ, അത് സർക്കാർ നഴ്സിംഗ് കോളേജ് ആകട്ടെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് ആകട്ടെ, കൃത്യമായി നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾ ഏതെങ്കിലും പരാതികൾ വന്നാൽ നേരിട്ടെത്തി കുട്ടികളെ ഹിയറിംഗ് റിട്ടയറായ സൂപ്രണ്ടുമാരോ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ടോ അങ്ങനെയൊക്കെയുള്ളവരാണല്ലോ. എന്ന് പറഞ്ഞാൽ ആ ജോലിയിൽ ദീർഘകാലം പ്രവർത്തിച്ച് തഴക്കവും വഴക്കവും വന്ന കുട്ടികളെ അറിയാവുന്ന, ജോലി നന്നായി അറിയാവുന്ന ആളുകളാണല്ലോ ആ കൗൺസിലുള്ളത്. ആ കൗൺസിലുള്ളവർ പോയി കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടികൾ കിട്ടുന്ന കോൺഫിഡൻസ് ഒക്കെ അതൊരു കാര്യമാണ്. പേടിയില്ലാതെ അവരോട് കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. കുട്ടികൾ പറയുന്ന കാര്യം ഈ കൗൺസിൽ അംഗങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. അത് ഒരു വർഷം മുമ്പ് നിന്നുപോയി എന്ന് പറയുന്നത് പുതിയ അറിവാണ് ഉമേഷ്. തീർച്ചയായും അഷ്മി, അത് അത്തരമൊരു നടപടി ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ, അതായത് ഈ നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾക്ക് നേരിട്ട് പോയി കുട്ടികളുടെ ഏതെങ്കിലും ഒരു പരാതി വന്നു കഴിഞ്ഞാൽ നേരത്തെയുള്ള, അതായത് ഒരു വർഷം മുൻപുള്ള നടപടിക്രമം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരത്തിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് നേരിട്ട് നഴ്സിംഗ് കൗൺസിലിലേക്ക് പരാതി അയക്കാം. അത് റാഗിങ്ങുമായി ബന്ധപ്പെട്ടാകട്ടെ, അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നമാകട്ടെ, ഇത്തരത്തിൽ ഫാക്കൽറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകട്ടെ, ഇത് പ്രത്യേകിച്ച് സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലെ ഫാക്കൽറ്റിയുമായി ബന്ധപ്പെട്ടെല്ലാം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവയെല്ലാം പരാതി അയക്കാം. ഈ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾക്ക് ഏതാണോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധികാരിയെ, അത് മാനേജറാകട്ടെ പ്രിൻസിപ്പളാകട്ടെ, അവരെ നേരിട്ട് ഇവിടെ വിളിച്ചു വരുത്താം. വിദ്യാർത്ഥികളെ നേരിട്ട് ആവശ്യമെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി മൊഴി കേൾക്കാം, അവരുടെ ഹിയറിംഗ് നടത്താം. ഏതെങ്കിലും രീതിയിലുള്ള റെക്കമെൻഡേഷൻ വേണമെങ്കിൽ അത് നടത്താം. അത്തരത്തിലൊരു റെക്കമെൻഡേഷൻ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ 1.5 വർഷം മുൻപ് നടത്തിയിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട തുടർ പ്രതികരണങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമെങ്കിലും 1.5 അധിക വർഷം മുന്നല്ല, ഒരു 3-4 വർഷം മുന്നേ റാഗിംഗ് ആണോ അതോ സീനിയർ ജൂനിയർ തല്ലോ മർദ്ദനോ ഉണ്ടായിട്ട് സമാനമായ അല്ലെങ്കിൽ കൂടിയും ഇത്രത്തോളം ക്രൂരമായ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ കൂടിയും സമാനമായ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ കേട്ടിരുന്നു. അതിൽ സ്ഥിരീകരണം ഉണ്ടോ ഉമേഷ്? അത് നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾ, അതായത് ഇവിടുത്തെ നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹിയറിങ്ങിന് വേണ്ടി പോയത്. ഹിയറിങ്ങിന് പോവുകയും അതിൽ ചില റെക്കമെൻഡേഷൻസ് നൽകിയെന്നുമാണ് നമുക്ക് ലഭിച്ച വിവരം. അതുമായി ബന്ധപ്പെട്ട ബാക്ക് ഫയൽ പരിശോധിക്കുകയാണ്. അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കോട്ടയം നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട പരാതിയിൽ, വിദ്യാർത്ഥികളുടെ പരാതിയിലാണ്. അതിൽ ഈ പ്രതികളായ ചിലർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ കൂടി ഈ പരാതി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട തുടർ ഡോക്യുമെൻ്റ് അടക്കം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ അനൗദ്യോഗികമായി ലഭിച്ച വിവരം, ഇതിൽ പ്രതിയായ ചിലർ നേരത്തെ തന്നെ അവർക്കെതിരെ പരാതി ഉയർന്നിരുന്നു എന്നുള്ള ഒരു ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും നഴ്സിംഗ് കൗൺസിൽ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക്, പൊതുസമൂഹം കാത്തിരുന്ന ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ 5 വിദ്യാർത്ഥികളും ഇനി നഴ്സിംഗ് പഠിക്കേണ്ടതില്ല. ഈ കോട്ടയം നഴ്സിംഗ് കോളേജിൽ എന്നല്ല, മറ്റൊരു നഴ്സിംഗ് കോളേജിലും അവർക്ക് നഴ്സിംഗ് പഠിക്കാനുള്ള അർഹതയില്ല. അവരുടെ പഠനം വിലക്കിക്കൊണ്ട് തീരുമാനം നഴ്സിംഗ് കൗൺസിൽ എടുത്തിരിക്കുന്നു. ഇനി നടപടിയെടുക്കേണ്ടത് ഈ നഴ്സിംഗ് കൗൺസിൽ തീരുമാനം സാധാരണഗതിയിൽ സർക്കാരിനെയും അറിയിക്കണം. ഒപ്പം ഏതാണോ ഈ സ്ഥാപനം, അതായത് ഏതാണോ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവർക്കും അറിയിക്കണം.
അറിയിക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഇവരെ 5 പേരെയും ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ള നടപടിക്രമം മാത്രമേ ഇനി മുന്നിലുള്ളൂ. ബാക്കി ഇവർ നേരിടേണ്ടത് ക്രിമിനൽ നടപടിക്രമങ്ങൾ പ്രകാരമുള്ള വിചാരണയും അടക്കമുള്ളവയാണ്. എന്തായാലും അവർ ഇനി പഠിച്ച് നേഴ്സായി നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി രോഗികളെ ആശ്വസിപ്പിക്കേണ്ട, പരിചരിക്കേണ്ട നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അത്തരം ഒരു ഉത്തരവാദിത്വത്തിലേക്ക് അവരുണ്ടാകില്ല. അവരുടെ പൂർണ്ണമായി പഠന വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട്, പഠനത്തിൽ നിന്ന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് നഴ്സിംഗ് കൗൺസിൽ തീരുമാനമെടുത്തിരിക്കുന്നു. എന്തായാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷത്തിലധികമായി ഇവർക്ക് ഈ നഴ്സിംഗ് കോളേജുകളിൽ നേരിട്ടെത്തി നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾക്ക് ഹിയറിംഗ് പോലും നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഇനി ഒരുപക്ഷെ പുതിയ നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ, അതായത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതിനനുസരിച്ച് വരും ദിവസങ്ങളിൽ ഇവിടെ നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. പുതിയ അംഗങ്ങൾ വരും, പുതിയ പ്രസിഡന്റ് വരും. കർശനമായ ഈ നഴ്സിംഗ് കഴിഞ്ഞ ഒരു 5 വർഷമായുള്ള സാഹചര്യമാണ് സംസ്ഥാനത്തെ നഴ്സിംഗ് പഠന രംഗത്തുണ്ടാകുന്ന വലിയ മാറ്റം. അതായത് വിദേശത്ത് ജോലി ആഗ്രഹിച്ചു പോകുന്ന വലിയ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവരുടെ പ്രധാന കരിയറായി ഇപ്പോൾ കാണുന്നത് നഴ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് മേഖലയിൽ പല ഒരുപക്ഷെ അംഗീകരിക്കാനാകാത്ത, പ്രത്യേകിച്ച് തലവരി പണം അടക്കം വാങ്ങിക്കൊണ്ടുള്ള അഡ്മിഷൻ നേടുന്ന വാർത്തകളും ഈ സ്വകാര്യ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന നഴ്സിംഗ് സീറ്റിലെ മെറിറ്റ് അട്ടിമറിയുമെല്ലാം 24 നേരത്തെ തന്നെ പുറത്തു കൊണ്ടുവന്നതാണ്. ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ നഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിൽ ശക്തമായ നടപടി എടുക്കേണ്ടതുണ്ട്. അതെല്ലാം ഈ ഇനി വരുന്ന ഭരണസമിതിയുടെ ഭാഗമായിട്ടായിരിക്കും. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി, അതായത് ഈ നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾ എല്ലാവരും കൂടിയാണ് ഈ നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അത് വോട്ടിട്ട ജനാധിപത്യ പ്രക്രിയയിലൂടെ മാത്രമാണ് ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. സ്വാഭാവികമായി കൂടുതൽ അംഗങ്ങളും ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തവണ ഇവിടെ നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കും. ഒന്നുകിൽ KGNA, അതായത് നഴ്സുമാരുടെ സംഘടനയിൽ നിന്നെല്ലാം പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ UNA അടക്കമുള്ള സ്വകാര്യ നഴ്സുമാരുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ആയിരിക്കും. പക്ഷേ ഇത്തവണ വലിയൊരു മത്സരം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. എന്തായാലും അവയെല്ലാം പുറത്തു വരേണ്ടത് നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങൾ കാണും, അവരുടെ തീരുമാനങ്ങൾ വിശദീകരിക്കും. ആ തീരുമാനം, അതായത് കേരളത്തിൽ ഈ കണ്ണിൽ ഒരുപക്ഷെ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത കാണിച്ച 5 വിദ്യാർത്ഥികളും ഇനി നഴ്സിംഗ് പഠിക്കേണ്ടതില്ല എന്നുള്ള സുപ്രധാനമായ തീരുമാനത്തിലേക്ക് എത്തി. അവർ നഴ്സിംഗ് പഠിക്കാൻ എന്തായാലും അവർ ആതുര സേവന മേഖലയിൽ ആർദ്രത ആവശ്യമുള്ള ഒരു പണി പഠിക്കാൻ എന്തായാലും അർഹരല്ല എന്നുള്ള കാര്യത്തിൽ രാഹുൽ രാജ്, 2ാം പ്രതിയാണ് രാഹുൽ രാജ് ഇവരുടെ സംഘടനയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇടപെടേണ്ട, അവർ പോയി പരാതി പറയേണ്ട സംഘടനയുടെ സംസ്ഥാന നേതാവ്, ഏതെങ്കിലും പ്രവർത്തകനോ ജില്ലാ നേതാവൊന്നുമല്ല. അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാനാണ് രണ്ടാമതിരിക്കുന്ന രാഹുൽ രാജ് എന്ന് പറയുന്ന ഈ ക്രൂരകൃത്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നതിൽ ഒരാളായ 2ാം പ്രതി രാഹുൽ രാജ്, 3ാം പ്രതി വിവേക് സാമുവൽ. രാഹുൽ രാജ്, വിവേക് സാമുവൽ എന്ന് ആ ദൃശ്യങ്ങളിലുള്ള 5 വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് അറിയില്ല. ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഇവരെ വിദ്യാർത്ഥികൾ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാര്യം ചോര മരയ്ക്കുന്ന രീതിയിലുള്ള ക്രൂരത കാട്ടാനും കൈവറയ്ക്കാത്ത ഒരു സംഘമാണ്. ആ സംഘം ഇനി പഠിക്കേണ്ടതില്ല നഴ്സിംഗ് എന്ന ഏറ്റവും ഗംഭീരമായൊരു തീരുമാനം നഴ്സിംഗ് കൗൺസിൽ എടുക്കുന്നു. കാര്യം ഉറപ്പായും ഇതിൻ്റെ ഇവർക്കൊരു ഭാവി ഉണ്ടെങ്കിൽ ആ ഭാവിയെപ്പറ്റിയൊക്കെ ആലോചിച്ചതിന് ശേഷമാകണം ആ നഴ്സിംഗ് കൗൺസിലിൻ്റെ തീരുമാനം.